ശാന്തി 23/12/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ബാബയുടെ അടുക്കൽ വരുന്നത് റിഫ്രഷ് ആകുവാനാണ്. ബാബയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിലൂടെ ഭക്തിമാർഗത്തിലെ എല്ലാ ക്ഷീണവും അകന്നു പോകുന്നു. ചോദ്യം: കുട്ടികളായ നിങ്ങളെ ബാബ ഏത് വിധിയിലൂടെയാണ് റിഫ്രഷ് ചെയ്യുന്നത്? ഉത്തരം: ബാബ ജ്ഞാനം കേൾപ്പിച്ച് നിങ്ങളെ റിഫ്രഷ് ആക്കുന്നു. ഓർമ്മയിലൂടെയും കുട്ടികളായ നിങ്ങൾ റിഫ്രഷ് ആകുന്നു. വാസ്തവത്തിൽ സത്യയുഗമാണ് സത്യമായ വിശ്രമപുരി. പ്രാപ്തമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടി വരും വിധത്തിൽ അപ്രാപ്തമായ ഒരു വസ്തുവും അവിടെയില്ല. ശിവ് ബാബയുടെ മടിത്തട്ടിൽ വരുമ്പോൾ തന്നെ കുട്ടികളായി നിങ്ങൾക്ക് വിശ്രമം ലഭിക്കുന്നു. സർവക്ഷീണവും അകന്നു പോകുന്നു. ഓം ശാന്തി. ബാബയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഒപ്പം ഈ ദാദായും മനസ്സിലാക്കുന്നു. കാരണം ബാബ ഈ ദാദായിലൂടെ ഇരുന്ന് മനസ്സിലാക്കിക്കുകയാണ്. ഏതുപോലെ നിങ്ങൾ മനസ്സിലാക്കുന്നുവോ അതേപോലെ ഈ ദാദായും മനസ്സിലാക്കുന്നു. ദാദായെ ഭഗവാൻ എന്ന് പറയില്ല. ഇത് ഭഗവാനുവാചയാണ്. ബാബ എന്താണ് മനസ്സിലാക്കിക്കുന്നത്? ദേഹി അഭിമാനി ഭവ. കാരണം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കാതെ പരംപിത പരമാത്മാവിനെ ഓർമ്മിക്കാൻ സാധിക്കില്ല. ഈ സമയത്ത് എല്ലാ ആത്മാക്കളും പതീതമാണ്. പതീതരെ തന്നെയാണ് മനുഷ്യർ എന്ന് പറയുന്നത്. പാവനമായവരെ ദേവത എന്ന് പറയുന്നു. ഇത് വളരെ സഹജമായി മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. മനുഷ്യർ തന്നെയാണ് വിളിക്കുന്നത്, ഹേ പതീതരെ പാവനമാക്കുന്നവനെ വരൂ. ദേവീ ദേവതമാർ ഇങ്ങനെ ഒരിക്കലും പറയുകയില്ല. പതീത പാവനായ ബാബ പതിതരുടെ വിളി അനുസരിച്ച് വരുന്നു. ആത്മാക്കളെ പാവനമാക്കി പിന്നെ പുതിയ പാവന ലോകം സ്ഥാപിക്കണം. ആത്മാവ് തന്നെയാണ് ബാബയെ വിളിക്കുന്നത്. ശരീരം വിളിക്കുകയില്ല. പാരലൗകിക പിതാവ് സദാ പാവനമാണ്. ആ ഒന്നിനെ തന്നെയാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. ഇത് പഴയ ലോകമാണ്. ബാബ പുതിയ പാവന ലോകം നിർമ്മിക്കുന്നു. ഇങ്ങനെയും ചിലരുണ്ട്. അവർ പറയുന്നു, നമുക്ക് ഇവിടെ തന്നെ അപാര സുഖമുണ്ട്, ധനസമ്പത്തുകൾ ധാരാളമുണ്ട്, നമുക്ക് സ്വർഗം ഇത് തന്നെയാണ് എന്ന് അവർ കരുതുന്നു. അവർ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ അംഗീകരിക്കുവാനാണ്? കലിയുഗി ലോകത്തെ സ്വർഗമെന്ന് മനസ്സിലാക്കുക ഇതും അറിവില്ലായ്മയാണ്. എത്ര ജീർണിച്ച അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. എന്നിട്ടും മനുഷ്യർ പറയുന്നു നമ്മൾ സ്വർഗത്തിലിരിക്കുകയാണ്. കുട്ടികൾ മനസ്സിലാക്കിക്കുന്നില്ലെങ്കിൽ ബാബ പറയുമല്ലോ, നിങ്ങൾ കല്ല് ബുദ്ധിയാണോ? മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ലേ? എപ്പോഴാണോ സ്വയം പവിഴബുദ്ധി ആകുന്നത് അപ്പോഴാണ് മറ്റുള്ളവരെയും ആക്കുന്നത്. പുരുഷാർത്ഥം നന്നായി ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിൽ ലജ്ജയുടെ കാര്യമേയില്ല. എന്നാൽ മനുഷ്യരുടെ ബുദ്ധിയിൽ പകുതി കൽപ്പത്തെ ഏതൊരു തലകീഴായ മതം നിറഞ്ഞിരിക്കുകയാണോ അത് പെട്ടെന്നൊന്നും മറക്കുന്നില്ല. എപ്പോൾ വരെ ബാബയെ യഥാർത്ഥ രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടില്ലയോ അതുവരെയും ആ ശക്തി വരിക സാധ്യമല്ല. ബാബ പറയുന്നു, ഈ വേദശാസ്ത്രങ്ങൾ തുടങ്ങിയവയിലൂടെ മനുഷ്യർ നന്നാകുന്നൊന്നുമില്ല. ദിനം പ്രതിദിനം കൂടുതൽ മോശമായി വന്നിരിക്കുകയാണ്. സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനം തന്നെയാണ് ആയത്. ഇത് ആരുടെയും ബുദ്ധിയിലില്ല. നമ്മൾ തന്നെയാണ് സതോ പ്രധാന ദേവീ ദേവതയായിരുന്നത്. എങ്ങനെ താഴെ വീണു ആർക്കും അല്പം പോലും അറിയില്ല. പിന്നെ 84 ജന്മങ്ങൾക്ക് പകരം 84 ലക്ഷം ജന്മം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെ അറിയാൻ കഴിയും?
ബാബയല്ലാതെ ജ്ഞാനത്തിൻ്റെ പ്രകാശം നൽകുന്നവനായി ആരുമില്ല. എല്ലാവരും ഒന്നിനു പുറകെ ഒന്നായി വാതിൽക്കൽ തോറും തിക്കും തിരക്കും കൊള്ളുന്നു. താഴെ വീണ് വീണ് നിലത്ത് കിടക്കുകയാണ്. മുഴുവൻ ശക്തിയും ഇല്ലാതായിപ്പോയി. ബാബയെ യഥാർത്ഥമായി അറിയാൻ കഴിയുന്ന തരത്തിൽ ബുദ്ധിയിലും ശക്തിയില്ല. ബാബ തന്നെയാണ് വന്ന് എല്ലാവരുടെയും ബുദ്ധിയുടെ പൂട്ട് തുറക്കുന്നത്. അപ്പോൾ എത്ര റിഫ്രഷ് ആകുന്നു. ബാബയുടെ അടുക്കൽ കുട്ടികൾ റിഫ്രഷ് ആകുവാൻ, അതായത് ഉന്മേഷഭരിതമാകുവാൻ വരുന്നു. വീട്ടിൽ വിശ്രമം ലഭിക്കുന്നുവല്ലോ. ബാബയുമായി കണ്ടുമുട്ടുന്നതിലൂടെ ഭക്തിമാർഗത്തിലെ മുഴുവൻ ക്ഷീണം തന്നെ അകന്നു പോകുന്നു. സത്യയുഗത്തിനെയും വിശ്രമപുരി എന്ന് പറയുന്നു. അവിടെ നിങ്ങൾക്ക് എത്ര വിശ്രമം ലഭിക്കുന്നു. പരിശ്രമിക്കേണ്ടി വരും വിധം ഏതെങ്കിലും അപ്രാപ്ത വസ്തുവേ ഇല്ല. ഇവിടെ ബാബയും റിഫ്രഷ് ആക്കുന്നു, ഈ ദാദായും ആക്കുന്നു. ശിവ് ബാബയുടെ മടിത്തട്ടിൽ വരുന്നു. എത്ര വിശ്രമം ലഭിക്കുന്നു. വിശ്രമം എന്നാൽ ശാന്തം എന്നർത്ഥം. മനുഷ്യരും ക്ഷീണിച്ച് വിശ്രമിക്കാൻ പോകുന്നു. ചിലർ ഒരിടത്ത്, ചിലർ മറ്റൊരിടത്ത് വിശ്രമിക്കുന്നതിനായി പോകാറുണ്ടല്ലോ. എന്നാൽ ആ വിശ്രമത്തിൽ റിഫ്രഷ്മെൻ്റ് ഇല്ല. ഇവിടെയാണെങ്കിൽ ബാബ നിങ്ങളെ എത്ര ജ്ഞാനം കേൾപ്പിച്ച് റിഫ്രഷ് ആക്കുന്നു. ബാബയുടെ ഓർമ്മയിലൂടെയും എത്ര റിഫ്രഷ് ആകുന്നു. തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനവും ആയിക്കൊണ്ടിരിക്കുന്നു. സദോ പ്രധാനം ആകുന്നതിനു വേണ്ടി ഇവിടെ ബാബയുടെ അടുക്കൽ വരുന്നു. ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, ബാബയെ ഓർമ്മിക്കൂ. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട് മുഴുവൻ സൃഷ്ടിയുടെയും ചക്രം എങ്ങനെ തിരിയുന്നു. സർവ ആത്മാക്കൾക്കും വിശ്രമം എങ്ങനെ എവിടെ ലഭിക്കുന്നു. കുട്ടികളായ നിങ്ങളുടെ കടമയാണ് സർവർക്കും ബാബയുടെ സന്ദേശം നൽകുക എന്നത്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ ഈ സമ്പത്തിൻ്റെ അധികാരിയായി മാറും. ബാബ ഈ സംഗമയുഗത്തിൽ പുതിയ സ്വർഗത്തിൻ്റെ ലോകം രചിക്കുന്നു. അവിടെ നിങ്ങൾ പോയി അധികാരിയാകുന്നു. പിന്നെ ദ്വാപരയിൽ മായാരാവണിലൂടെ നിങ്ങൾക്ക് ശാപം ലഭിക്കുന്നു. അപ്പോൾ പവിത്രത, സുഖം, ശാന്തി, ധനം തുടങ്ങി എല്ലാം ഇല്ലാതായി പോകുന്നു. എങ്ങനെയാണ് പതുക്കെ പതുക്കെ ഇല്ലാതാകുന്നത്, അതും ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ദുഃഖധാമത്തിൽ വിശ്രമം ഒന്നും ഉണ്ടാകുന്നില്ല. സുഖധാമത്തിൽ വിശ്രമം തന്നെ വിശ്രമമാണ്. മനുഷ്യരെ ഭക്തി എത്ര ക്ഷീണിപ്പിക്കുന്നു. ജന്മജന്മാന്തരങ്ങളിൽ ഭക്തിയിലൂടെ എത്ര ക്ഷീണിച്ചു പോകുന്നു. എങ്ങനെയാണ് പൂർണ്ണമായും ദരിദ്രമായിരിക്കുന്നത്. ഈ മുഴുവൻ രഹസ്യവും ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. പുതിയവർ വരുന്നു, അപ്പോൾ അവരെ എത്ര മനസ്സിലാക്കിക്കേണ്ടതുണ്ട്. ഓരോ കാര്യത്തെക്കുറിച്ചും മനുഷ്യർ എത്ര ചിന്തിക്കുന്നു. എന്തെങ്കിലും ജാലവിദ്യ ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തന്നെ പറയുന്നു ഭഗവാൻ ജാലവിദ്യക്കാരനാണെന്ന്. ബാബ പറയുന്നു, അതെ, ഞാൻ തീർച്ചയായും ജാലവിദ്യക്കാരനാണ്. എന്നാൽ മനുഷ്യൻ ആടും ചെമ്മരിയാടും ആയി മാറുന്ന ജാലവിദ്യ ഒന്നുമല്ല. ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നു. ഇത് ചെമ്മരിയാടിനെ പോലെയാണ്. സൂര്യമണ്ഡലത്തിലെ വാദ്യത്തെക്കുറിച്ച് ചെമ്മരിയാടുകൾക്ക് എന്തറിയാം എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. ഈ സമയത്ത് എല്ലാ മനുഷ്യരും ആടും ചെമ്മരിയാടും പോലെയാണ്. ഈ കാര്യങ്ങൾ മുഴുവനും ഇവിടത്തേതാണ്. ഈ സമയത്തിൻ്റെ തന്നെ മഹിമയാണ്. കൽപ്പത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് പോലും മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ചണ്ഡികയുടെ എത്ര വലിയ മേള നടക്കുന്നു. അതാരായിരുന്നു? അത് ഒരു ദേവിയായിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള പേര് അവിടെ ആർക്കും ഉണ്ടായിരിക്കുന്നതേയില്ല. സത്യയുഗത്തിൽ എത്ര നല്ല സുന്ദരമായ പേര് വയ്ക്കുന്നു. സത്യയുഗി സമ്പ്രദായത്തെ ശ്രേഷ്ഠാചാരി എന്ന് പറയുന്നു. കലിയുഗി സമ്പ്രദായത്തിന് എത്ര മോശമായ ടൈറ്റിൽ നൽകുന്നു.
ഇപ്പോഴുള്ള മനുഷ്യരെ ശ്രേഷ്ഠം എന്ന് പറയുകയില്ല. ദേവതമാരെയാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത്. മനുഷ്യനിൽ നിന്നും ദേവതയാക്കുവാൻ സമയം വേണ്ടി വന്നില്ല എന്ന മഹിമയുമുണ്ട്. മനുഷ്യനിൽ നിന്നും ദേവതയും ദേവതയിൽ നിന്നും മനുഷ്യനും എങ്ങനെയാണ് ആകുന്നത്? ഈ രഹസ്യം ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. അതിനെ ഡീറ്റി വേൾഡ് എന്നും ഇതിനെ ഹ്യൂമൻ വേൾഡ് എന്നും പറയുന്നു. പകലിനെ പ്രകാശമെന്നും രാത്രിയെ അന്ധകാരം എന്നും പറയുന്നു. ജ്ഞാനമാണ് പ്രകാശം, ഭക്തിയാണ് അന്ധകാരം. അജ്ഞാന നിദ്ര എന്ന് പറയാറുണ്ടല്ലോ. നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, മുൻപ് നമ്മൾ യാതൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ നേതി നേതി, അതായത് ഇതല്ല എന്ന് പറയുമായിരുന്നു. അതിനർത്ഥം നമ്മൾ അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളും മുൻപ് നാസ്തികരായിരുന്നു. പരിധിയില്ലാത്ത ബാബയെ തന്നെ അറിഞ്ഞിരുന്നില്ല. ആ ഒന്ന് യഥാർത്ഥമായ അവിനാശി ബാബയാണ്. ആ ഒന്നിനെ സർവ ആത്മാക്കളുടെയും പിതാവ് എന്ന് പറയുന്നു. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ആ പരിധിയില്ലാത്ത ബാബയുടേതായിരിക്കുകയാണ്. ബാബ കുട്ടികൾക്ക് ഗുപ്ത ജ്ഞാനം നൽകുന്നു. ഈ ജ്ഞാനം മനുഷ്യരുടെ അടുക്കൽ എവിടെയും ലഭിക്കുക സാധ്യമല്ല. ആത്മാവും ഗുപ്തമാണ്. ഗുപ്തജ്ഞാനം ആത്മാവാണ് ധാരണ ചെയ്യുന്നത്. ആത്മാവ് തന്നെയാണ് വായിലൂടെ ജ്ഞാനം കേൾപ്പിക്കുന്നത്. ആത്മാവ് തന്നെയാണ് ഗുപ്തമായ ബാബയെ ഗുപ്തമായി ഓർമ്മിക്കുന്നത്. ബാബ പറയുന്നു, ഹേ കുട്ടികളെ, ദേഹാഭിമാനി ആകാതിരിക്കൂ. ദേഹാഭിമാനത്തിലൂടെ ആത്മാവിൻ്റെ ശക്തി ഇല്ലാതാകുന്നു. ആത്മാഭിമാനി ആകുന്നതിലൂടെ ആത്മാവിൽ ശക്തി ശേഖരിക്കപ്പെടുന്നു. ബാബ പറയുന്നു, ഡ്രാമയുടെ രഹസ്യത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കി നടക്കണം. ഈ അവിനാശി ഡ്രാമയുടെ രഹസ്യത്തെ ആര് ശരിയായ രീതിയിൽ അറിയുന്നുവോ അവർ സദാ ഹർഷിതമായിരിക്കുന്നു. ഈ സമയത്ത് മനുഷ്യർ മുകളിലേക്ക് പോകുന്നതിനുള്ള എത്ര പ്രയത്നം ചെയ്യുന്നു. മുകളിൽ ലോകം ഉണ്ട് എന്ന് കരുതുന്നു. മുകളിൽ ലോകമുണ്ട് എന്ന് ശാസ്ത്രങ്ങളിൽ കേട്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയി നോക്കാം. അവിടെ ലോകം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ലോകം വളരെയധികം ജനസാന്ദ്രമാണല്ലോ. ഭാരതത്തിൽ കേവലം ഒരേ ഒരു ആദി സനാതന ദേവീ ദേവതാ ധർമ്മമാണ് ഉണ്ടായിരുന്നത്. മറ്റേതെങ്കിലും ഖണ്ഡമോ മറ്റോ ഉണ്ടായിരുന്നില്ല. പിന്നെ എത്ര ജനസാന്ദ്രതയാണ്! നിങ്ങൾ ചിന്തിക്കൂ, ഭാരതത്തിൻ്റെ എത്ര ചെറിയൊരു ഭാഗത്താണ് ദേവതമാർ ഉണ്ടായിരിക്കുന്നത്. യമുനയുടെ തീരത്ത് തന്നെയാണ് പരിസ്ഥാൻ ഉണ്ടായിരുന്നത്. അവിടെ ഈ ലക്ഷ്മി നാരായണൻ രാജ്യം ഭരിച്ചിരുന്നു. എത്ര സുന്ദരവും ശോഭനീയവും സതോപ്രധാനവുമായ ലോകമായിരുന്നു. നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടായിരുന്നു. ആത്മാവിൽ തന്നെയാണ് മുഴുവൻ അതിശയവും ഉണ്ടായിരിക്കുന്നത്. കുട്ടികൾക്ക് ശ്രീകൃഷ്ണൻ്റെ ജന്മം എങ്ങനെ ഉണ്ടാകുന്നു എന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മുറി മുഴുവനും പ്രകാശമുള്ളതുപോലെ ആകുന്നു. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ നിങ്ങൾ പരിസ്ഥാനിൽ പോകുന്നതിനായി പുരുഷാർത്ഥം ചെയ്യുകയാണ്. പിന്നെ കുളത്തിൽ മുങ്ങുന്നതിലൂടെ പരികളായി മാറും എന്നൊന്നുമല്ല. ഇതെല്ലാം അസത്യമായ പേരുകൾ വച്ചിരിക്കുന്നതാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നതിലൂടെ തീർത്തും എല്ലാം മറന്നുപോയി. ഇപ്പോൾ നിങ്ങൾ തെറ്റ് പറ്റാത്തവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് ചിന്തിക്കപ്പെടുന്നു. ഇത്രയും ചെറിയ ആത്മാവ് എത്ര വലിയ പാർട്ട് ശരീരത്തിലൂടെ അഭിനയിക്കുന്നു. പിന്നെ ശരീരത്തിൽ നിന്നും ആത്മാവ് പുറത്തു പോകുന്നു. അപ്പോൾ നോക്കൂ ശരീരത്തിൻ്റെ അവസ്ഥ എന്താകുന്നു എന്ന്. ആത്മാവ് തന്നെയാണ് പാർട്ട് അഭിനയിക്കുന്നത്. എത്ര വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ്. മുഴുവൻ ലോകത്തിലെ ആക്ടേഴ്സ് അഥവാ ആത്മാക്കൾ തൻ്റെ ആക്ട് അനുസരിച്ച് തന്നെയാണ് പാർട്ട് ഒരു വ്യത്യാസവും ഉണ്ടാവുക സാധ്യമല്ല.
കൃത്യമായി മുഴുവൻ ആക്റ്റും വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ സംശയിക്കുവാൻ ആകില്ല. ഓരോരുത്തരുടെയും ബുദ്ധിയിൽ വ്യത്യാസമുണ്ടായേക്കാം. കാരണം ആത്മാവ് മനസ്സും ബുദ്ധിയും സഹിതമാണല്ലോ. കുട്ടികൾക്കറിയാം നമുക്ക് സ്കോളർഷിപ്പ് നേടേണ്ടതുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകുന്നു. ഇവിടെയും ഉള്ളിൽ വരുമ്പോൾ തന്നെ എയിം ഓബ്ജക്റ്റ് മുന്നിൽ കാണുന്നു. അപ്പോൾ സന്തോഷം തീർച്ചയായും ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ ഈ ദേവീ ദേവത ആകുന്നതിനു വേണ്ടി ഇവിടെ പഠിക്കുന്നു. അടുത്ത ജന്മത്തിലെ എയിം ഓബ്ജക്റ്റ് കാണുവാൻ കഴിയുന്ന ഏതെങ്കിലും സ്കൂളൊന്നുമില്ല. നിങ്ങൾ കാണുന്നുണ്ട്, നമ്മൾ ലക്ഷ്മി നാരായണനെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സംഗമയുഗത്തിലാണ്. ഇതിൽ ഭാവിയിൽ ഇവരെ പോലെ ലക്ഷ്മി നാരായണൻ ആകുന്നതിൻ്റെ പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ഗുപ്ത പഠനമാണ്! എയിം ഓബ്ജക്റ്റ് കാണുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാകേണ്ടതാണ്. സന്തോഷത്തിന് അതിരില്ല. സ്കൂളോ പാഠശാലയോ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കണം. എത്ര ഗുപ്തമാണ്, എന്നാൽ ശക്തമായ പാഠശാലയാണ്. എത്ര വലിയ പഠനമാണോ അത്രയും തന്നെ ഫെസിലിറ്റീസ്, സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ നിലത്തിരുന്ന് പഠിക്കുകയാണ്. ആത്മാവിനാണ് പഠിക്കേണ്ടത്. പിന്നെ നിലത്തിരുന്നാലും ശരി, സിംഹാസനത്തിലിരുന്നാലും ശരി. എന്നാൽ സന്തോഷത്താൽ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കൂ. ഈ പഠനം പാസ്സായതിനു ശേഷം പോയി ഇതായി മാറും. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ബാബ വന്ന് തൻ്റെ പരിചയം നൽകി, ഞാൻ ഇദ്ദേഹത്തിൽ എങ്ങനെയാണ് പ്രവേശിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ബാബ ദേവതമാരെ പഠിപ്പിക്കുകയില്ല. ദേവതമാർക്ക് ഈ ജ്ഞാനം എവിടെയാണുള്ളത്? ദേവതമാരിൽ ജ്ഞാനമില്ലേ എന്ന് മനുഷ്യർ കുഴങ്ങിപ്പോകുന്നു. ദേവതമാർ തന്നെയാണ് ഈ ജ്ഞാനത്തിലൂടെ ദേവതയാകുന്നത്. ദേവത ആയതിനു ശേഷം പിന്നെ ജ്ഞാനത്തിൻ്റെ എന്താവശ്യം? ലൗകിക പഠനത്തിലൂടെ ബാരിസ്റ്ററായി മാറുകയും സമ്പാദ്യത്തിൽ ഏർപ്പെടുകയും ചെയ്തുവെങ്കിൽ വീണ്ടും ബാരിസ്റ്ററി പഠിക്കുമോ? ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: അവിനാശിയായ ഡ്രാമയുടെ രഹസ്യത്തെ യഥാർത്ഥമായി മനസ്സിലാക്കി ഹർഷിതമായിരിക്കണം. ഈ ഡ്രാമയിൽ ഓരോ ആക്ടറിൻ്റെയും പാർട്ട് അവരവരുടേതാണ്. അത് കൃത്യമായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. എയിം ഓബ്ജക്റ്റ് മുന്നിൽ വച്ച് സന്തോഷത്തിൽ തുള്ളിച്ചാടണം. നമ്മൾ ഈ പഠനത്തിലൂടെ ഇങ്ങനെ ലക്ഷ്മി നാരായണനാകും എന്നത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. വരദാനം: ഓർമ്മയുടെയും സേവനത്തിൻ്റെയും ശക്തിശാലി ആധാരത്തിലൂടെ തീവ്രഗതിയോടെ മുന്നോട്ട് പോകുന്ന മായാജീതായി ഭവിക്കട്ടെ. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആധാരം ഓർമ്മയും സേവനവുമാണ്. ഈ രണ്ട് ആധാരവും സദാ ശക്തിശാലി ആയിരിക്കട്ടെ. എങ്കിൽ തീവ്രഗതിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അഥവാ സേവനം വളരെയധികമുണ്ട്, ഓർമ്മ ദുർബലമാണ്. അല്ലെങ്കിൽ ഓർമ്മ വളരെ നല്ലതാണ്, സേവനം ദുർബലമാണ് എങ്കിൽ പോലും തീവ്രഗതി ഉണ്ടാവുക സാധ്യമല്ല. ഓർമ്മയും സേവനവും രണ്ടിലും തീവ്രഗതി ആവശ്യമാണ്. ഓർമ്മയും നിസ്വാർത്ഥ സേവനവും ഒരുമിച്ച് ഉണ്ടാകണം. അപ്പോൾ മായാജീതാകുന്നത് സഹജമാണ്. ഓരോ കർമ്മത്തിലും കർമ്മത്തിൻ്റെ സമാപ്തിക്ക് മുൻപേ സദാ വിജയം കാണപ്പെടും. സ്ലോഗൻ: ഈ ലോകത്തെ അലൗകിക കളിയായും പരിതസ്ഥിതികളെ അലൗകിക കളിപ്പാട്ടത്തിന് സമാനമായും മനസ്സിലാക്കി നടക്കൂ. ഓം ശാന്തി. പ്രകാശ ബിന്ദു സ്വരൂപമായ
ഞാൻ ആത്മാവ് പുരിക മധ്യത്തിൽ ഭൃഗുടിയിൽ വിരാജിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും വർണ്ണാഭമായ പ്രകാശം വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ബുദ്ധിയിൽ തൻ്റെ ഈ അതിസൂക്ഷ്മ ആത്മസ്വരൂപത്തെ കാണൂ. അല്പസമയം ആ സ്വരൂപത്തിൽ തന്നെ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കൂ. പിന്നെ മനസ്സിൽ ഈ സങ്കല്പം രചിക്കൂ. ആത്മാവായ ഞാൻ സൂക്ഷ്മ പ്രകാശ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്വരൂപത്തെ കാണുകയും മനസ്സിനെയും ബുദ്ധിയെയും ഈ സ്വരൂപത്തിൽ സ്ഥിരമാക്കുകയും ചെയ്യൂ. ചിന്തിക്കൂ. സൂക്ഷ്മ ശരീരധാരിയായ ഞാൻ ആത്മാവ് സൂക്ഷ്മ ശരീരസഹിതം സ്ഥൂല ദേഹത്തു നിന്നും വേർപെട്ട് സൂക്ഷ്മ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം ഇതിൽ ഏകാഗ്രമാക്കൂ. വീണ്ടും സങ്കല്പം രചിക്കൂ. ഞാൻ സമ്പൂർണ്ണ ഫരിഷ്തയാണ്. ഫരിഷ്തയായ ഞാൻ സൂക്ഷ്മ ലോകത്തിൽ ബാപ് ദാദയുടെ സമക്ഷം ഉപസ്ഥിതനാണ്. ഇപ്രകാരം സൂക്ഷ്മ ലോകത്തിൽ സൂക്ഷ്മ ശരീരധാരിയായി അവ്യക്ത ബാപ് ദാദയുടെ മുന്നിലിരിക്കുന്നതായി സ്പഷ്ടമായി കാണുകയും അനുഭവിക്കുകയും ചെയ്യൂ. ബാപ് ദാദയുടെ ഭൃഗുടിയിൽ നിന്നും അതീവ സുന്ദരവും തേജസ്വിയുമായ പ്രകാശകിരണങ്ങൾ എന്നിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്പസമയം ഈ സ്ഥിതിയിൽ ഏകാഗ്രമാകുന്നതിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കൂ. വീണ്ടും സങ്കൽപ്പിക്കൂ. ആത്മാവായ ഞാൻ എൻ്റെ സൂക്ഷ്മ ശരീരത്തെ സൂക്ഷ്മ ലോകത്ത് സ്ഥിതി ചെയ്യിച്ചുകൊണ്ട് പരമധാമത്തിലേക്ക് ഒരു പ്രകാശ ബിന്ദുവായി സഞ്ചരിക്കുന്നു. ബുദ്ധി കൊണ്ട് ആ ദൃശ്യം കാണുന്നതിന് ശ്രമിക്കൂ. സർവത്ര സ്വർണ്ണ ചുവപ്പ് ദിവ്യപ്രകാശം നിറഞ്ഞ ഈ പരമധാമത്തിൽ ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നതായി വിഭാവന ചെയ്യൂ. ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ അനന്ത ശക്തികളുടെയും ഗുണങ്ങളുടെയും തേജസ്വി കിരണങ്ങൾ
എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിയിൽ ശിവ് ബാബയുടെ കിരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മനസ്സിനെയും ബുദ്ധിയെയും സ്ഥിരമാക്കൂ. വീണ്ടും മുന്നിൽ ഈ ദൃശ്യം കൊണ്ടുവരൂ. ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ അരികിൽ നിന്നും ഞാൻ താഴേക്ക് വരികയാണ്. സൂക്ഷ്മലോകത്തിൽ വന്ന് എൻ്റെ സമ്പൂർണ്ണ അവ്യക്ത ഫരിഷ്ത രൂപത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. പിന്നെ സൂക്ഷ്മ ശരീര സഹിതം താഴേക്ക് സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു.